ഇത് AD 1025 രണ്ട് സൈനിക ആക്രമണങ്ങളുടെ കഥയാണ്. രണ്ട് ആക്രമണങ്ങളുടെയും ടാർഗറ്റ് ഒരു പ്രദേശം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് നാം നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന ആ പ്രദേശം. ആദ്യത്തെ ആക്രമണത്തിന്റെ ഉത്ഭവസ്ഥാനം ദക്ഷിണേന്ത്യയിലെ ചോള സാമ്രാജ്യമായിരുന്നു. രണ്ടാമത്തെ ആക്രമണത്തിന്റെ ഉത്ഭവസ്ഥാനമാവട്ടെ വടക്ക് പടിഞ്ഞാറുള്ള ഗസ്നവി രാജ്യത്തിൽ നിന്നുമായിരുന്നു. രണ്ടും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ നടന്നത്. മധ്യകാല ഇന്ത്യ ചരിത്രം രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച ആദ്യത്തെ ആക്രമണത്തെക്കുറിച്ച് പരിശോധിക്കാം. 11ാം നൂറ്റാണ്ടിലെ ചോള സാമ്രാജ്യം അന്നത്തെ ഏറ്റവും ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു ചോളന്മാരുടേത്. അവരുടെ രാജാവ് രാജേന്ദ്ര ചോളൻ. 1022 രാജേന്ദ്ര ചോളൻ വടക്കോട്ടേക്ക് തിരിച്ചു. അദ്ദേഹത്തിന്റെ പട 1600 കിലോമീറ്ററുകൾ താണ്ടി അവരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ നിന്ന് ബംഗാൾ വരെ ചെന്നെത്തി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ തീരത്തുകൂടി സഞ്ചരിച്ച് ചെറു രാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തു. ഒടുവിൽ ഇന്നത്തെ ബംഗാൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഭരിക്കുന്ന മഹിബാല രാജ്യത്തെ അവർ ആക്രമിച്ചു. അതിഭയങ്കരമായ യുദ്ധം നടന്നു. ചോളന്മാർ ആ യുദ്ധത്തിൽ വിജയിച്ചു. എന്നാൽ അവർ മണിപാല രാജ്യം ഭരിക്കാൻ നിന്നില്ല. പകരം പാല രാജ്യത്തിൽ നിന്ന് യുദ്ധമുതലുകൾ പിടിച്ചെടുത്ത് പിൻവാങ്ങുകയാണ് ചെയ്തത്. അവരുടെ റോയൽ ടെമ്പിൾ ആക്രമിച്ച് ചോളന്മാർ ശിവവിഗ്രഹം കവർന്നു. മടങ്ങി വരുന്ന വഴിയിൽ അവർ ഒറീസയിലെ കലിംഗ രാജ്യം ആക്രമിച്ച് അവിടെ നിന്ന് ഭൈരവ കാളി വിഗ്രഹങ്ങളും കവരുകയുണ്ടായി. തിരികെ പോകുമ്പോൾ അവർ മറ്റൊന്നുകൂടി ചെയ്തു. ഗംഗയിൽ നിന്ന് വലിയ കുടങ്ങളിൽ വെള്ളം തഞ്ചാവൂരിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ യുദ്ധമുതലുകളുമായി തിരിച്ചെത്തിയ ചോള ജനറൽമാരെ രാജേന്ദ്ര പാതി വഴിയിൽ വെച്ച് സ്വീകരിച്ചു. അവരുടെ വിജയശ്രീലാളിതമായ മടങ്ങിവരവ് ചോള തലസ്ഥാനത്ത് അതിഗംഭീരമായിട്ട് ആഘോഷിക്കപ്പെട്ടു. ഗംഗ കൊണ്ട ചോള, അങ്ങനെ ഒരു പേരുകൂടി രാജേന്ദ്ര ചോളൻ സ്വീകരിക്കുകയുണ്ടായി. ഇനി നമുക്ക് രണ്ടാമത്തെ റെയ്ഡിനെ കുറിച്ച് സംസാരിക്കാം. ഒക്ടോബർ 1025 രാജേന്ദ്രയുടെ ആക്രമണത്തിന് 3 വർഷങ്ങൾക്ക് ശേഷം ഗസ്നിയിലെ തന്റെ കോട്ടയിൽ നിന്ന് മഹ്മൂദ് ഗസ്നി എന്ന യോദ്ധാവ് 30,000 വരുന്ന കുതിരപ്പടയുമായി യാത്ര തിരിച്ചു. മധ്യേഷ്യയിൽ നിന്നുള്ള തുർക്കി സംസാരിക്കുന്ന ഒരു സുൽത്താൻ സുലൈമാൻ മലനിരകളിലൂടെ ഇൻഡസ് താഴ്വരയിൽ ഇറങ്ങി അവിടെ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് തീരത്തുകൂടി താർ മരുഭൂമി താണ്ടി ഗുജറാത്തിലേക്ക് തിരിച്ചു. ആ യോദ്ധാവിന്റെ ലക്ഷ്യം സോമനാഥ ക്ഷേത്രമായിരുന്നു. കടൽ തീരത്ത് കോട്ട കെട്ടി സംരക്ഷിക്കപ്പെട്ടിരുന്ന ഒരു സമ്പന്നമായ ക്ഷേത്രം. അയാൾ കോട്ടയെ ഉപരോധിച്ച് കീഴടക്കുകയും അവിടെ നിന്ന് സമ്പത്ത് കൊള്ളയടിക്കുകയും ശിവവിഗ്രഹം കവരുകയും നശിപ്പിക്കുകയും ചെയ്തു. ഇതുപോലുള്ള പല ആക്രമണങ്ങൾ മഹ്മൂദ് ഇന്നത്തെ നോർത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലുള്ള വിവിധ നഗരങ്ങളിലുമായി നടത്തുകയും അവിടെ നിന്ന് വൻതോതിൽ സമ്പത്ത് തന്റെ തലസ്ഥാനമായ ഗസ്നിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സോമനാഥ ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണം ചരിത്രഭാവനയെ പിന്നീട് തീപിടിപ്പിച്ചു. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ രാജേന്ദ്ര ചോളൻ ചെയ്തതും മഹ്മൂദ് ഗസ്നി ചെയ്തതും ഒരേ കാര്യം തന്നെയാണ്. രണ്ടുപേരും ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി മറ്റൊരിടത്ത് ചെന്ന് അമ്പലങ്ങൾ ആക്രമിച്ച് സ്വത്തുക്കൾ പിടിച്ചെടുത്തു. എന്നിട്ട് സ്വന്തം തലസ്ഥാനത്തേക്ക് മടങ്ങി. ഇരുവരുടെയും ആക്രമണ ലക്ഷ്യം സ്വത്തുക്കൾ പിടിച്ചെടുക്കുക എന്നതായിരുന്നു. ഭരണം സ്ഥാപിക്കുക എന്നത് ആയിരുന്നില്ല. രണ്ടുപേരും പിടിച്ചെടുത്ത സ്വത്തുക്കൾ തങ്ങളുടെ ഭരണസിരാകേന്ദ്രത്തിലേക്ക്, തലസ്ഥാനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ഇതുപോലെ തന്നെ ഈ രണ്ട് ആക്രമണങ്ങൾ തമ്മിൽ ചില അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുമുണ്ട്. അത് പക്ഷേ ഇന്ന് പൊതുബോധത്തിൽ നിറയുന്ന, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിലയിൽ മഹ്മൂദ് ഗസ്നിയുടേത് വിദേശ ആക്രമണം എന്ന് വിശേഷിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഹിന്ദു അമ്പലങ്ങൾ കൊള്ളയടിച്ച മുസ്ലിം ആക്രമണകാരിയുടെ കഥ എന്ന് പറയുന്നതോ ഒന്നുമല്ല. അത് വസ്തുനിഷ്ഠമായ ഒരു വിവരണമല്ല. ഈ രണ്ട് ആക്രമണങ്ങൾ തമ്മിലെ സാദൃശ്യം പോലെ തന്നെ അവയുടെ വ്യത്യാസവും ഏറെ പ്രധാനമാണ്, വളരെ വളരെ പ്രധാനമാണ്. എന്നാൽ അത് മനസ്സിലാക്കുമ്പോൾ, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മേൽപ്പറഞ്ഞ തരം നറേറ്റീവുകളെ കുറിച്ച് കൂടി നാം പരിശോധിക്കണം. അതിൻ്റെ പൊള്ളത്തരവും അത് ഉരുത്തിരിഞ്ഞതിൻ്റെ നാൾ വഴിയും പറയണം. പേർഷ്യൻ കൊട്ടാരം രേഖകൾ മഹ്മൂദ് ഗസ്നിയെ ഒരു മഹാനായ പോരാളി എന്നും വിഗ്രഹഭഞ്ജകൻ എന്നും മറ്റും ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ
വാഴ്ത്തുന്നുണ്ട്. എന്നാൽ രസകരമായ സംഗതി ഇന്ത്യൻ രേഖകൾ ഇതിനെക്കുറിച്ച് യാതൊന്നും തന്നെ പരാമർശിക്കുന്നില്ല എന്നതാണ്. ഒരിക്കൽ പോലും. അത് എന്തുകൊണ്ടായിരിക്കും? സോമനാഥ ക്ഷേത്രത്തിൽ തുടർന്നും കാര്യങ്ങൾ സാധാരണ പോലെ നടന്നു. കച്ചവടക്കാരും തീർത്ഥാടകരും വന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം അമ്പലം പുനരുദ്ധരിച്ചതിനെ കുറിച്ച് രേഖകൾ പറയുന്നുണ്ട്. അപ്പോഴും മഹ്മൂദിന്റെ ആക്രമണത്തെക്കുറിച്ച് അതിൽ യാതൊരു പരാമർശവുമില്ല. അതായത് അവിടുത്തെ പ്രാദേശിക ഓർമ്മകളിൽ, രേഖകളിൽ അത് അപ്രധാനമായ ഒരുപാട് സമാനമായ ആക്രമണങ്ങളിൽ കേവലം ഒന്ന് മാത്രമായിരുന്നു. അന്ന് സമ്പന്നമായ അമ്പലങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ പതിവായിരുന്നു. അത് ഏതെങ്കിലും മതപരമായ അടിസ്ഥാനത്തിൽ ആളുകൾ അന്ന് കണ്ടിരുന്നില്ല. രാജേന്ദ്ര ചോളന്റെ ചരിത്രം തന്നെ അത്തരത്തിലൊരു ആക്രമണത്തിന്റെ ചരിത്രമാണല്ലോ. അങ്ങനെയാണെങ്കിൽ മഹ്മൂദ് പിന്നീട് എപ്പോഴാണ് ചരിത്രത്തിൽ വില്ലനാവുന്നത്? ഇതിന് വർഗീയമായ ചുവ ലഭിക്കുന്നത് എങ്ങനെയാണ്? അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് 19-ാം നൂറ്റാണ്ടിലാണ്. 1842 ഒന്നാം അഫ്ഗാൻ യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാണം കെട്ട വലിയൊരു പരാജയം ഏറ്റുവാങ്ങി. ഒരു വലിയ ബ്രിട്ടീഷ് സേന ഒന്നാകെ തന്നെ ചിന്നിച്ചിതറി മരണം ഏറ്റുവാങ്ങി. ഈ നാണക്കേടിൽ നിന്ന് മുഖം രക്ഷിക്കാൻ എന്തിനിത്തരത്തിൽ ഒരു ആത്മഹത്യാപരമായ യുദ്ധത്തിന് ഇറങ്ങിയെന്ന് വാദിക്കാൻ ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് ഒരു കഥ ആവശ്യമായിരുന്നു. ഒരു ശുദ്ധമായ പ്രൊപ്പഗണ്ട. സോമനാഥ ക്ഷേത്രത്തിന്റെ ഗേറ്റുകൾ പണ്ട് മഹ്മൂദ് ഗസ്നിയിലേക്ക് കൊണ്ടുപോയി എന്നും അത് തിരികെ പിടിച്ചുകൊണ്ട് വന്ന് ഹിന്ദുക്കളുടെ അഭിമാനം സംരക്ഷിക്കുന്ന പണിയാണ് ബ്രിട്ടീഷുകാർ ചെയ്യാൻ ശ്രമിച്ചത് എന്നും പറയുന്ന ഒരു കഥ അങ്ങനെ രൂപപ്പെട്ടു. തങ്ങൾ നേരിട്ട മിലിറ്ററി ഡിസാസ്റ്ററിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശം. ആ കഥ പക്ഷെ പിന്നീട് ഉറച്ചുപോയി. അത് ക്രമേണ ദേശീയ ചരിത്രകാരന്മാരുടെ ഭാവനയിൽ കടന്നുകൂടുകയും നഷ്ടപ്പെട്ടുപോയ ഒരു അഭിമാനത്തിന്റെ ചിഹ്നമായി അത് ഉയർത്തപ്പെടുകയും ചെയ്തു. ഈ ചരിത്രങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ ഇന്നത്തെ ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തിന്റെ അതിരടയാളങ്ങൾ നാം മാറ്റിവെക്കണം. കാരണം അന്ന് അങ്ങനെ ഒരു മോഡേൺ നേഷൻ സ്റ്റേറ്റ് ഇല്ലല്ലോ. ഭൂതകാലത്തെ വസ്തുനിഷ്ഠമായി പഠിക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണ്. ഏതൊരു കാലഘട്ടത്തെയും അതിൻ്റെ സാമൂഹിക സാംസ്കാരിക ലാൻഡ്സ്കേപ്പിന്റെ പശ്ചാത്തലത്തിലും ആ ജനങ്ങളുടേതായ കൺസെപ്ച്വൽ കാറ്റഗറീസിന്റെ പ്രസത്തിലൂടെയുമാണ് നോക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ വാല്യൂസിന്റെയും ബയാസസിന്റെയും അടിസ്ഥാനത്തിലല്ല. ഇത് ഏതൊരു ചരിത്രം മനസ്സിലാക്കാനും അടിസ്ഥാനപരമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നറേറ്റീവുകളെ നമുക്ക് മാറ്റി നിർത്താം. അപ്പോഴും രാജേന്ദ്ര ചോളന്റെ ആക്രമണവും മഹ്മൂദ് ഗസ്നിയുടെ ആക്രമണവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എന്ന് നാം പറഞ്ഞു. അത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആധാരമായി വർത്തിച്ച ലോകവീക്ഷണങ്ങളിലാണ് നാം കാണേണ്ടത്. അവ വ്യത്യസ്തമായിരുന്നു, ഏറെ വ്യത്യസ്തം. എന്നാൽ അത് ദേശീയത പോലെ, രാഷ്ട്രം പോലെയുള്ള ഒരു ആധുനിക കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് നാം അതിനെ മനസ്സിലാക്കുക? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില പണ്ഡിതർ കോട്ട് ചെയ്യുന്ന സംസ്കൃത് കോസ്മോപോളിസ് എന്നൊരു പദം മനസ്സിലാക്കണം. സംസ്കൃതം ഒരു ഭാഷ എന്ന നിലയിൽ പ്രാദേശികാതീതമായ ആ ഒരു വിശാല പ്രദേശത്തിന്റെ സാമൂഹികവും സദാചാരപരവുമായ ഘടനകളെ സ്വാധീനിക്കുന്ന ഒരു ശക്തിയായി തീർന്നതിനെ സൂചിപ്പിക്കാനുള്ളത്. ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷനോ പൊളിറ്റിക്കൽ അതിരുകളോ മതമോ ഒന്നുമല്ല അതിന് നിദാനം. അതിനപ്പുറമായിരുന്നു വിശാലമായ ആളുകൾ പങ്കുവഹിക്കുന്ന പൊതുവായ ആശയങ്ങളെ രൂപപ്പെടുത്തിയ ഒരു ഉന്നത ഭാഷ എന്നതിൻ്റെ സ്ഥാനം. ഇത്തരത്തിൽ സൗത്ത് ഏഷ്യയിൽ രൂപപ്പെട്ട ഒരേ ഒരു ഫോർമേഷൻ അല്ല സംസ്കൃത ലോകം. 4 മുതൽ 14 വരെയുള്ള നൂറ്റാണ്ടുകളാണ് സംസ്കൃത ലോകത്തിന്റെ പ്രഭവ കാലമെങ്കിൽ 9 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിൽ സമാനമായി പടർന്നു പന്തലിച്ച മറ്റൊരു പേർഷ്യൻ ലോകമുണ്ട്. പേർഷ്യൻ ഭാഷയിൽ അധിഷ്ഠിതമായ ഒരു പേർഷ്യൻ കോസ്മോപോളിസ്. ഈ 2 ലോകങ്ങളുടെ സംഗമവും അതിൻ്റെ സർഗാത്മകമായ പോവിടലുമാണ് നാം പറയാൻ പോകുന്ന കാലഘട്ടത്തിന്റെ കഥ രത്നചുരുക്കത്തിൽ. രാജേന്ദ്ര ചോളന്റെ ആക്രമണം അങ്ങനെ ഒരു സംസ്കൃത ലോകത്തിന്റെ രാഷ്ട്രീയ ഘടനയിലും ഭാവനയിലുമാണ് വേരൂന്നിയിട്ടുള്ളത്. സംസ്കൃത ലോകം രൂപപ്പെട്ട രാഷ്ട്രീയ ചിന്തയെ മണ്ഡല സിദ്ധാന്തം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് മണ്ഡല തിയറി? മധ്യത്തിൽ തങ്ങളുടെ രാജ്യം, അതിനു ചുറ്റും കോൺസെൻട്രിക് സർക്കിൾസ് പോലെ വ്യത്യസ്ത സ്വാധീന മണ്ഡലങ്ങൾ, ഏറ്റവും സമീപസ്ഥമായ വൃത്തത്തിനുള്ളിൽ സുഹൃത്തുക്കളും സാമന്ത രാജ്യങ്ങളും, അതിനപ്പുറം ശത്രുക്കൾ, അതിനപ്പുറം ശത്രുക്കളുടെ ശത്രുക്കൾ. ഇങ്ങനെയാണ് ഈ വൃത്തം നിലനിൽക്കുന്നത്. കിങ്ഷിപ്പിനെ കുറിച്ചുള്ള അതിലെ ഭാവന ഒരു ചെസ് കളിയിലെ എന്നതുപോലെ വ്യത്യസ്ത വൃത്തങ്ങളിലെ പലതരം പ്ലേയേഴ്സുമായി ഇടപെടുക എന്നതാണ്. തങ്ങളുടെ മണ്ഡലം വർദ്ധിപ്പിക്കുക. അങ്ങനെ ഒരു ദിഗ്വിജയത്തിന് ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ശത്രുവിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതല്ല.
അവരെ തോൽപ്പിച്ച് സാമന്തന്മാരാക്കുക എന്നതാണ്. എല്ലാ രാജ്യവും കുടിയിരുത്തിയ ഒരു ദൈവസങ്കല്പം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങൾ ഇവിടെ ഒരു അധികാര ചിഹ്നം കൂടിയാണ്, അതിൻ്റെ നിയമസാധുതയുടെ തെളിവ്. അങ്ങനെ രാജാക്കന്മാർ പരസ്പരം ആക്രമിക്കുമ്പോൾ ഈ ക്ഷേത്രങ്ങൾ സ്വാഭാവികമായ ടാർഗറ്റാണ്. രാജേന്ദ്ര പാലരാജ്യത്തിൻ്റെ ക്ഷേത്രം ആക്രമിക്കുന്നത് ആ നിലയ്ക്കാണ്. മഹമൂദ് ആക്രമിച്ച സോമനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ അത് 1216 സമീപത്തുള്ള ഹിന്ദു രാജാക്കന്മാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കോട്ട കിട്ടുന്നുണ്ട്. അതായത് ഇന്ത്യയിലുള്ള രാജാക്കന്മാർ പരസ്പരം അവരുടെ ശത്രുവിൻ്റെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നത് ഈ രാഷ്ട്രീയ ചിന്തയിൽ സ്വാഭാവികമായിരുന്നു. അത് തങ്ങളുടെ ശക്തിമണ്ഡലം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു. ആ ഒരു പൊളിറ്റിക്കൽ ഭാവനയിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ശക്തരായ സാമ്രാജ്യമായിരുന്നു ചോളന്മാർ എന്ന് പറയാം. എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയുടെ കിഴക്കേ തീരം കൊറമാണ്ടൽ കോസ്റ്റ് എന്നറിയപ്പെടുന്നത്? ചോളമണ്ഡലം എന്ന സംസ്കൃത പദം ലോപിച്ചാണ് അത് രൂപപ്പെട്ടത്. ഇനി നമുക്ക് മെഹമൂദ് ഗസ്നിയുടെ ആക്രമണത്തിലേക്ക് വരാം. അത് തീർത്തും വ്യത്യസ്തമായ ഒരു ലോക വീക്ഷണത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. കിങ്ഷിപ്പിനെ കുറിച്ച്, സാമ്രാജ്യത്തെക്കുറിച്ച് പേർഷ്യൻ സാഹിത്യങ്ങളിൽ നിന്നും കോസ്മോപൊളിറ്റൻ ഭാവനകളിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഒരു വീക്ഷണം. രാജേന്ദ്ര ചോളയുടെ രാഷ്ട്രീയ ഭൂമിക ഒരു ചെസ് ബോർഡ് പോലെ അടഞ്ഞതായിരുന്നുവെങ്കിൽ മഹമൂദിൻ്റേത് അതിരുകളില്ലാത്ത ഒരു യുദ്ധഭൂമി പോലെ വിശാലമായിരുന്നു. അയാളുടെ സൈന്യം തുർക്കി സൈനിക അടിമകളാൽ രൂപപ്പെട്ട ഒന്നായിരുന്നു. മധ്യേഷ്യയിൽ നിന്ന് അടിമകളായി ചെറിയ പ്രായത്തിൽ സൈനിക സേവനത്തിന് റിക്രൂട്ട് ചെയ്യപ്പെട്ട് തങ്ങളുടെ ഉടമകളോട് മാത്രം ബോണ്ടുള്ള അവരുടെ അടിമത്തം യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നിലനിന്നിരുന്ന പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട അടിമത്തവുമായി യാതൊരു വിധത്തിലും താരതമ്യം ചെയ്യുക സാധ്യമല്ല. ശക്തരായ യോദ്ധാക്കളായി തീർന്നുകൊണ്ട് പേർഷ്യൻ ലോകത്തിൻ്റെ അധികാര അകത്തളങ്ങളിൽ ഇവർ ശക്തരായി രൂപപ്പെടുകയാണ് പിന്നീട് ചെയ്തത്. അത്തരത്തിൽ ഒരു രാജ്യമാണ് തൻ്റെ പിതാവ് സബുക്ടിക്കിനിൽ നിന്ന് മഹമൂദ് അനന്തരമായി എടുക്കുന്നത്. പേർഷ്യൻ സംസ്കാരത്തിൽ, ഭരണരീതികളിൽ ഫിർദുസിയെ പോലുള്ള കവികൾ സൃഷ്ടിച്ച കിങ്ഷിപ്പിനെ കുറിച്ചുള്ള ആദർശങ്ങളിൽ രൂപപ്പെട്ട ഒരു രാജ്യം. മഹമൂദ് ഗസ്നിയുടെ ആക്രമണം ഈ പശ്ചാത്തലത്തിലാണ് കാണേണ്ടത്. പടിഞ്ഞാറൻ ഇറാനും മധ്യേഷ്യയും മറ്റും പിടിച്ചെടുക്കാനുള്ള തൻ്റെ വലിയ യുദ്ധങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താനുള്ള ആക്രമണങ്ങൾ മാത്രമായിരുന്നു പ്രധാനമായിട്ടും അദ്ദേഹം ഇന്ത്യയിലേക്ക് നടത്തിയത്. പ്രത്യക്ഷത്തിൽ സദൃശമെങ്കിലും രാജേന്ദ്ര ചോളൻ, മഹമൂദ് ഗസ്നി ഇവർ ഒരേ കാലത്ത് നടത്തിയ ആക്രമണങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവം കൂടി ഉള്ളതാണ്. അത് രണ്ട് തരം പൊളിറ്റിക്കൽ വീക്ഷണങ്ങളുടെ, ഭാഷയിൽ അധിഷ്ഠിതമായ രണ്ട് കോസ്മോപൊളിറ്റൻ ലോകങ്ങളുടെ കൂടിച്ചേരലിൻ്റെ ആരംഭമായിരുന്നു. സംസ്കൃത ലോകത്ത് അധികാരം അമ്പലങ്ങളെ ചുറ്റിപ്പറ്റിയ സ്വാധീന മണ്ഡലങ്ങളായിരുന്നു. പേർഷ്യൻ ലോകത്ത് അത് തൂലിക കൊണ്ടും ധനം കൊണ്ടും സവിശേഷമായി പരിശീലിപ്പിക്കപ്പെട്ട സൈനിക വിഭാഗങ്ങളെ കൊണ്ടും രൂപപ്പെടുന്ന ചലനാത്മകമായ, അതിരുകളില്ലാത്ത, ഒഴുകിപ്പറക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു. അവ തമ്മിൽ ഇഴചേർന്നപ്പോൾ രൂപപ്പെട്ട പുഷ്കലമായ കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ മധ്യകാല ഇന്ത്യ ചരിത്രം. തുടർന്നുള്ള അധ്യായങ്ങളിൽ ഈ കഥയുടെ ബാക്കി തന്നെയാണ് പറയാനുള്ളത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി.